മുഴുവനായി ശുദ്ധീകരിക്കപ്പെട്ട് തങ്ങളുടെ വിശ്വാസം പുതുക്കി യേശുവിങ്കലേക്ക് ചേർക്കപ്പെടുന്ന ഒരു അനുഭവവും കൂടിയാണ്. ഈ സമയത്ത് അറിയിക്കട്ടെ, ഈ പള്ളിക്കാരോടും ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ബലഹീനനായ നമ്മെ ഈ കൂദാശ കർമ്മത്തിലേക്ക് ക്ഷണിച്ചതിലും ഇതിൽ വന്ന് സംബന്ധിക്കുന്നതിന് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിലുമുള്ളതായ പ്രത്യേക സന്തോഷവും സ്നേഹവും കൃതജ്ഞതയും ഈ സമയത്ത് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മഹനീയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നിങ്ങളേവരെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് അവിടുന്ന് 30, 60, 100 ഇരട്ടിയായി പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതിൽ നിന്നും മനസ്സറിഞ്ഞ് ദൈവത്തിന് കൊടുക്കുക വഴി ആത്മീയമായ സൗഖ്യം അനുഭവിക്കുന്നതിന് ഏവർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ലഭിക്കല്ലേ നിന്ദാസന്താവേദിൻ മൂലം പുത്രന്മ കാത്തിടുമെങ്കിൽ ഹാലേ ലോയൗകാലേ ലോയായൻ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയോ പരമ ദന്തദേശു പരിജോടേറയർച്ചെ മറന്നീടല്ലേ സോനുനാഥ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെയും നന്നേക്കുമുള്ള പുതുക്കത്തിനുമായി എഴുന്നള്ളി വരുവാനിരിക്കുകയും ചെയ്യുന്നവനുമായി ദൈവപുത്ര പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, നിന്റെ അദൃശ്യമായ വലത് തീർക്കരം നീ ആവസിപ്പിച്ച് ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥ കൃപ ചെയ്യണമലേവാ, കൃപ ചെയ്യണമോ പരമരുളേ, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി. നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനും ആയിത്തീരരുത്. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദേവേശ കതരളകാന്ത്രം ഹബീബായിൻ, ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും വാഴുകളോടും കൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും
ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാദൃശ്യമായാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും മഹാപാപികളുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ടിന്ന് കളക്ഷൻ വന്നതായിരിക്കുന്നതായ ആ കുട്ടി സോണിയ ഐസക് പാണാട്ടാണ്. ആ കുട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈസ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളതായ ട്രോഫി ഇപ്പോൾ അഭിമന്യ തിരുമേനി കൊടുക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. സൺഡേ സ്കൂൾ അധ്യാപകരോ കമ്മിറ്റി അംഗങ്ങളോ ശ്രദ്ധിച്ചു കൊള്ളണം. രണ്ട് വശത്തും തിക്കലുണ്ടാകാതെ ശ്രദ്ധിച്ചു കൊള്ളണം. വഴിപാടിട്ട് നിരുപാധികം സ്ത്രീകൾ തെക്കോട്ടും പുരുഷന്മാർ വടക്കോട്ടും കടന്നു പോകാനായിട്ട്. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് പാറയിൽ PK ജോർജ് കുട്ടി. അതുപോലെ തന്നെ 10 രൂപയുടെ കൂപ്പൺ ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നതായ കുട്ടി റിങ്കു വർഗീസ് പുതുശ്ശേരി. മുതിർന്ന ആൾക്ക് 2 ശ്രദ്ധിക്കുക. ഇത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ഇതല്ലേ മുതിർന്ന ആൾക്ക്. നന്മലമായ രാജഭാമിനിയും ഈ ദിവ്യ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചതായ അഭിമന്യ പിതാക്കന്മാരോട്, ഇടവമെത്രാപ്പോലീത്ത അഭിമന്യ ദിവന്നാസ്യോസ് തിരുമേനിയോടും പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ അഭിമന്യ പോളിക്കാർപ്പോസ് തിരുമേനിയോടും കൊച്ചി ഭദ്രാസനത്തിൻ്റെ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടും ഈ ഇടവകയുടെ കൃതജ്ഞത, നന്ദി തൃപാദത്തെങ്കിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് സംബന്ധിച്ചതായ ബഹുമാനപ്പെട്ട അച്ഛന്മാരുള്ളതായ പ്രത്യേക നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി 11:30 മണിക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. ആളുകൾ കൈമുത്തി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ തെക്കുവശത്തെ പന്തലിൽ ഇരിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. സാംസ്കാരിക സമ്മേളനം 12:30 മണിക്ക് അവസാനിച്ച് നേർച്ച സദ്യ ആരംഭിക്കും. എല്ലാ ആളുകളും നേർച്ച സദ്യയിൽ സംബന്ധിച്ചിട്ട് മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ പുന്നോർപ്പള്ളി നെടുങ്ങപ്ര 2400 വിലയുള്ളതായ പെഡസ്റ്റൽ ഫാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് VN പവിത്രൻ, വട്ടപ്പാറ, പെരുമ്പാവൂര്. 2400 രൂപ വിലയുള്ളതായ 3 ചെറിയ ഫാനുകൾ വിശുദ്ധ മദ്ബഹായിലേക്ക് വേണ്ടിയിട്ടുള്ളതായ ആ ഫാനുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോച്ചേരിൽ ട്രേഡേഴ്സ്, കുറുപ്പമ്പടി. 1900 രൂപ വിലയുള്ളതായ നമസ്കാരമേശയുടെ മുകളിലുള്ളതായ ഈ ലൈറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തമ്പി മാത്യൂസ്, പള്ളത്തിട്ടയിൽ, മുളന്തിരുത്തി. 1500 രൂപ വിലയുള്ളതായ ചെറിയ ചിത്തോൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് 1 മറിയാമ്മ വർക്കി, കുന്നപ്പള്ളി, നെടുങ്ങപ്ര. 2 MV ബേബി, മറ്റമന, നെടുങ്ങപ്ര. 1500 രൂപ വിലയുള്ളതായ ഒരു ചെറിയ നിലവിളക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് SI എബ്രാഹാം, സ്രാമ്പിക്കുടിയിൽ. 1500 രൂപ വിലയുള്ള പള്ളിയകത്തെ പടിഞ്ഞാറേ ഭിത്തിയിലെ ബ്രാക്കറ്റ് ലൈറ്റുകൾ 2 സ്പോൺസർ ചെയ്തിരിക്കുന്നത് അന്നമ്മ ഗീവർഗീസ്, പുതുശ്ശേരി. 1200 രൂപ വിലയുള്ളതായ സീലിംഗ് ഫാനുകൾ സ്പോൺസർ ചെയ്തവരുടെ പേരുകൾ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും.
ഒന്ന് നോബിൻ പോൾ പുതുശ്ശേരി, എം പി തമ്പി അതിരമ്പുഴ, സാജൻ പി തോമസ് പുന്നോർപ്പിള്ളി, കെ എ ജോർജ് കൈതക്കുളങ്ങര, ലൗലി ജോർജ് കൈതക്കുളങ്ങര, ആന്റണി പീറ്റർ പാറത്താൻ, എൽദോസ് ടിംബേഴ്സ് സിരിങ്ങോൾ, ഐസക് മത്തായി കൊട്ടിശ്ശേരിക്കുടി, ഡോക്ടർ ജോർജ് ജോസഫ് മുക്കണഞ്ചേരി, എസ് കെ ജോസ് റാമ്പിക്കുടി, പുന്നച്ചോട്ടിൽ മെഡിക്കൽസ് പാമ്പാക്കട, പി കെ കോരപ്പിള്ള പണ്ടിക്കുടി, എ വൈ മത്തായി കുഞ്ഞ് ഇടക്കുന്ന്, ബേസിൽ സ്റ്റൗ സെന്റർ പെരുമ്പാവൂര്. 850 രൂപ വിലയുള്ളതായ വിരിക്കൂട്ടം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടി പി പൗലോസ് തേക്കാംകുന്നത്ത്. 850 രൂപ വിലയുള്ളതായ ഒരു മുത്തിക്കുട സ്പോൺസർ ചെയ്തിരിക്കുന്ന ഔസേപ്പ് അന്നക്കുട്ടി കുത്തൻപുര. അതുപോലെ തന്നെ 750 രൂപ വിലയുള്ളതായ ത്രോണോസിലെ കുരിശ് കെ കെ സാജൻ കുന്നപ്പള്ളി. വേറൊരു കുരിശ് ജെയ്മോൻ സിമി വടക്കേ പൂഴിക്കൽ തൃപ്പൂണിത്തുറ. വാൾ ക്ലോക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 535 രൂപ ഒരു വിശ്വാസി. 500 രൂപ വിലയുള്ളതായ ദുസ്കൂസിൻ്റെ കവറ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പി പി എൽദോസ് പാണാട്ട് അരുവാപ്പാറ. 500 രൂപ വിലയുള്ളതായ ത്രോണോസിലെ 2 തക്സ സ്റ്റാൻഡുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെയ്മോൻ സിമി വടക്കേ പൂഴിക്കൽ തൃപ്പൂണിത്തുറ, എസ് എം എൽദോസ് റാമ്പിക്കുടി. തക്സ സ്റ്റാൻഡ് വേറെ ഒരെണ്ണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറീന എബ്രാഹാം തേക്കനാകുന്നത്ത്. കറുത്തുകുപ്പായം 450 രൂപ വിലയുള്ളതായി സ്പോൺസർ ചെയ്തിരിക്കുന്ന പി വി കുര്യാക്കോസ് പാറയ്ക്ക. 350 രൂപ വിലയുള്ളതായി മെഴുതിരിക്കാല് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽദോസ് മാണി മറ്റമന. 350 രൂപ വിലയുള്ളതായ മെഴുതിരിക്കാല് അന്നമ്മ കുര്യാക്കോസ് പാറയ്ക്കൽ. 250 രൂപയുള്ളതായ ധൂപക്കുറ്റി ചെറുത് ജോബി എം മാത്യു മറ്റമന. 125 രൂപ വിലയുള്ള മെഴുതിരിക്കാല് ബിജു കെ കുര്യാക്കോസ് കളമാലി. 100 രൂപ വിലയുള്ളതായ 2 കൈമണികൾ, ഒന്ന് ജോമി ജോസ് പടിക്കുകുടി, സോമി ജോസ് പടിക്കുകുടി. 100 രൂപ വിലയുള്ളതായ ഒരു കൈമണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോബി എം മാത്യു മറ്റമന. അതുപോലെ തന്നെ 10,000 രൂപ വിലയുള്ളതായ ഈ വിശുദ്ധ മദ്ബഹായിലെ 3 മറശീലയും കൂടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പി പി ജോസഫ് പുതുശ്ശേരി. ഇത്രയും ആളുകളാണ് ഈ പള്ളിയുടെ നിർമ്മാണ ജോലിയുമായിട്ട് ഇതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നതായ ആളുകൾ. ഇതിൻ്റെ മറ്റുള്ളതായ സംഭാവനകൾ ചെറുതും വലുതുമായിട്ട് സംഭാവനകൾ നൽകിയിട്ടുള്ളതായ ഇടവകക്കാരും അതുപോലെ തന്നെ അയൽവിടവക്കാരും ജാതിമത വ്യത്യാസമന്യേ ഇതിനുവേണ്ടി സഹകരിച്ചതായ എല്ലാവരെയും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മേലിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഈ ദേശത്തിൻ്റെ ഒരു വിളക്കായിട്ട് ഈ പള്ളി വിളങ്ങുന്നതിന് വേണ്ടി ഇതിൽ നിന്നും മറ്റുള്ളതായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അതിനെല്ലാത്തിനും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ വന്നിരിക്കുന്നതായ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ആർക്കെങ്കിലും സ്വാഗതം ആശംസിക്കുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സമയം ശ്രമിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശത്തുള്ളതായ ആളുകൾ ജാതി വർണ്ണ മത വ്യത്യാസമെന്നും എല്ലാവരും ഇതിൽ പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് ഉദ്ഘാടന പ്രസംഗം അഭിനയ പോളിക്കാർപ്പസ് തിരുമേനിയാണ്. തിരുമേനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ടായെന്ന് പറയുന്നു. തിരുമേനി ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തും.
സമ്മേളനത്തിന് ഈ പള്ളി ആരംഭിക്കുന്നതായ ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ആഗതനായിരിക്കുന്ന കമാൻഡർ നമ്മുടെ ഈ വിഭാഗത്തിന്റെ MLA-യുമായ ശ്രീമാൻ DP തങ്കച്ചൻ, ഇവിടെ ആഗതനായിരിക്കുന്ന ബഹുമാന്യരായ മാന്യ വ്യക്തികൾ, ഇവിടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന സഹോദരന്മാര് സഹോദരിമാര്, ഞാൻ സാധാരണ ഈ വാരഫലമൊന്നും വായിക്കാറില്ല. ഇന്ന് രാവിലെ വായിച്ചപ്പോൾ ആ വാരഫലത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പല ഉന്നത സ്ഥാനങ്ങളും കിട്ടുവാൻ സാധ്യതയുണ്ടെന്നാണ്. ഇവിടെ വന്ന് നമ്മുടെ പള്ളികൂടാശയെ കഴിച്ചപ്പോ എന്റെ മനസ്സിലായി ഈ ആഴ്ചത്തെ വാരഫലം വളരെ പ്രയോജനമുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുള്ള മാന്യമായ സ്ഥാനം, ബഹുമാനപ്പെട്ട പുല്ലേക്കാട്ട് തിരുമേനിയുടെ ആ സ്ഥാനം എനിക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു കണക്ക് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ വാനഫലത്തിലെ ഏറ്റവും ഒന്നാമതൊരു അനുഭവമൊന്നുമില്ല. ഞാൻ അതിനായിട്ട് അഭിനന്ദനായ തിരുവല്ലാട്ട് തിരുമേനിയെയും ഈ പള്ളിയുടെ ഭാരവാഹികളെയും ആദ്യമായിട്ട് തന്നെ ശലാഘിച്ചുകൊള്ളും. എനിക്ക് ഒരുപാട് ജീവിതത്തിനെ കൊണ്ടുവന്ന രാത്രിന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ അങ്ങ് നോർത്ത് കാനഡയിലെത്തേണ്ടതാണ്. ഇന്നത്തെ എന്റെ വാരഫലത്തിന്റെ പരമാശയായ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിലൂടെ കുപ്പയും കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ MLA കമാൻഡർ DP തങ്കച്ചൻ, വേദിയിലുള്ള വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, സഹോദരിമാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ ഏൽപ്പിച്ച ചുമതല ഇവിടെ സെന്റ് മേരീസ് മെഡിക്കൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ആ ട്രസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ പള്ളിയിലെ വികാരിയച്ഛൻ പ്രസിഡന്റായും അതിന് ഈ വികാരിയച്ഛന്മാരിൽ വേറെ വികാരിമാർ വന്നാൽ ആ വരുന്ന വികാരിയായിരിക്കും. അതാത് കാലത്തെ വികാരിമാരാണ് ട്രസ്റ്റിന്റെ പ്രസിഡന്റ്. പുതുശ്ശേരിയിൽ പോൾ വർഗീസ് കൺവീനറായി, അതുപോലെ പുതുശ്ശേരിയിൽ റോയ് വർഗീസും KO കോര, അതുപോലെ PM വർഗീസ്, MP മാണി, PA മാണി, ഇങ്ങനെയുള്ള 7 പേര് ചേർന്നാണ് ഈ ട്രസ്റ്റിന്റെ ഫൗണ്ടർ മെമ്പർമാരായി, ഇത് സ്ഥാപിച്ച ആളുകൾ എന്നുള്ള നിലയിൽ ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് മെമ്പർമാർ ഇതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. ശ്രീ KK വർഗീസും അതുപോലെ PP എൽദോ, TP പൗലോസ് MM ഉണ്ട്. ഈ ട്രസ്റ്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ വികാരിയച്ഛൻ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും വേണമല്ലോ. പ്രാർത്ഥന മാത്രം പോലല്ലോ, ആ പ്രാർത്ഥനയിൽ കൂടി നാം കേൾക്കുന്ന കാര്യങ്ങൾ, നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൂടി കാണിച്ചു. ഈ ട്രസ്റ്റ് നല്ല നിലയിൽ അതിന്റെ ഈ പരിപാടികളുമായി മുമ്പോട്ടേക്ക് പോകാൻ ഇടവരട്ടെ. അത് ഈ പ്രദേശത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചവരോട് എനിക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം മെമ്പർഷിപ്പ്, ലൈഫ് മെമ്പർഷിപ്പ് KK വർഗീസ് കല്ലറയ്ക്കൽ എന്ന മാന്യ സുഹൃത്തിന് ഈ ലൈഫ് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ഈ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇപ്പോൾ നിർവഹിച്ചതായി സന്തോഷപൂർവ്വം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഞാൻ നിർത്തുന്നു. നമസ്കാരം. അഭിനയ തിരുമേനിക്കും ബഹുമാനപ്പെട്ട MLAക്കും അല്പം തിരക്കുള്ളതുകൊണ്ട് അവർ പോകുന്നു. നമ്മുടെ യോഗം ഇപ്പോൾ അത്
തുടരുന്നതാണ്. ബഹുമാനപ്പെട്ട ബാബുപോൾ സാറ് എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതായ ബഹുമാനപ്പെട്ട സാറ് എത്തിയിട്ടുണ്ട്. സാറിനെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുമല്ല. അടുത്തത് നോട്ടീസ് പറഞ്ഞിരിക്കുന്ന പ്രകാരം ആശംസാ പ്രസംഗം ബാബുപോൾ സാറിന്റെയാണ്. അപ്പോൾ സാർ ആ കറക്റ്റ് സമയത്തിന് തന്നെ എത്തി സാറിനെ ക്ഷണിക്കുകയാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്നാമത്, ഈ യോഗത്തിലേക്ക് എന്നെ നിർബന്ധമായി ക്ഷണിച്ചത് തിരുവനന്തപുരത്ത് എൻ്റെ ഇടവകയിൽ അംഗമായിരിക്കുന്ന എൽഡോ ക്ഷണിക്കുക മാത്രമല്ല, ഇവിടെ നാട്ടിലുള്ള എല്ലാവരുടെയും താല്പര്യമാണ് എന്ന് പറഞ്ഞ് ഇന്നലെ വരെ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഓരോ പ്രാവശ്യം ഫോൺ ചെയ്യുമായിരുന്നു. എൽഡോയുടെ നിർബന്ധം ഒരു ഭാഗത്ത്, ഇത് എൻ്റെ നാടാണ് എന്നുള്ള ചിന്ത മറുഭാഗത്ത്, വളരെ കാലമായി പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരു സന്ദർഭമാകട്ടെ എന്നുള്ളതിൻ്റെ മൂന്നാമതൊരു ഭാഗത്ത്, ഇങ്ങനെയുള്ള അനേക കാരണങ്ങൾ കൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് ഈ യോഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ഇന്ന് അവിടെ നിന്ന് കുർബാന കഴിഞ്ഞ് തിരിച്ചാൽ ഇവിടെ സമയത്തെത്തുകയില്ല. ഇവിടെ എവിടെയെങ്കിലും കുർബാന കാണണമെങ്കിൽ ഇന്നലെ യാത്ര ചെയ്യണം. അതുകൊണ്ട് ഇന്നലെ കുർബാന കണ്ടിട്ട് ഇന്ന് വെളുപ്പിനെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. അത് മനുഷ്യർക്ക് മനസ്സിലാവുകയില്ലെങ്കിലും ദൈവത്തിന് മനസ്സിലാകും. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്ത ഈ കുറ്റകൃത്യം എന്നുള്ളത് കൊണ്ട് ആണ് ധൈര്യമായിട്ട് ഇന്ന് രാവിലെ യാത്ര ചെയ്ത് വന്നത്. നമ്മുടെ പള്ളികളൊക്കെ വാസ്തവത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ ഇടവുകളായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പഴയ എല്ലാ ആളുകളുടെയും ആധ്യാത്മിക ദുഷ്ടതയ്ക്ക് ഈ ഇടവകയുടെ രൂപീകരണവും ഈ പള്ളിയുടെ മുഴുവൻ കൂടാശയും പ്രയോജനീഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ദേവാലയം എന്നുള്ളതായ ഒരു സങ്കല്പം മനുഷ്യജാതി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആരംഭിച്ച ഒരു അന്വേഷണത്തിന്റെ ചരിത്രം പറയുന്ന സങ്കല്പമാണ്. ആദ്യകാലത്ത് ദേവാലയം എന്ന് പറയുന്നത് മെസൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലുമൊക്കെ ആരംഭിച്ച കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ പോലെ തന്നെയാണ് അവരുടെയും ആരാധന. അതായത് ഒരു ചെറിയ ദേവാലയം, അവിടെ ആവാഹിച്ചു വച്ചിരിക്കുന്ന ഈശ്വരനെ പൂജാരി ആരാധിക്കും. ആ ആരാധനയിൽ നിന്ന് കിട്ടുന്നതായ അനുഗ്രഹം തർപ്പണമായിട്ടോ പ്രസാദമായിട്ടോ ആളുകൾക്ക് കൊടുക്കും. ദൂരെ നിന്ന് കാണാനേ ഒക്കുള്ളൂ. ആളുകൾ കൂടി നിന്ന് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ആ കാലത്തുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അബ്രഹാമിനെ പിതാവാം ദൈവം വിളിച്ച്, യഹോവയായ ദൈവം വിളിച്ച് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി നിയമിച്ചതിനെ തുടർന്ന് ഉള്ള ആ കാലം പെട്രിയാർക്കിലേക്ക് എന്നാണ് അതിനെ സഭാ പിതാക്കന്മാർ പറയുന്നത്. പൂർവ്വ പിതാക്കന്മാരുടെ യുഗം എന്നാണ് ഞാൻ എൻ്റെ വേദശുദ്ധ രത്നാകരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ കാലമാകുമ്പോഴത്തേക്കും അവര് ആയിരിക്കുന്ന സ്ഥലത്ത് ഓരോരോ സന്ദർഭങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ബലി കഴിക്കുകയും ആരാധിക്കുകയും ചെയ്തതായിട്ടൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ത്തിന്റെ ആലയമാണ് ഇത്, എൻ്റെ പിതാവിന്റെ ഭവനമാകുന്നു, ഞാനിവിടെ ഇരിക്കുന്നത് യോഗ്യമാകുന്നു എന്ന് കർത്താവ് എന്നും പറയുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും ഇവിടെ വന്ന അനുഗ്രഹം പ്രാപിക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമാതാവിന്റെ മധ്യസ്ഥ മുഖാന്തരം ഈ ഇടവകയെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം
ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. പണ്ട് ചാൾസ് ലാംബ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ക്ലാർക്കായിരുന്നു. എന്നും കാലത്തെ ആഫീസിൽ അദ്ദേഹം 11 മണി ആയാലേ ചൊല്ലുള്ളൂ. അപ്പോൾ ഒരു ദിവസം മേലധികാരി ചോദിക്കുക, എന്താ ചാൾസ്, താൻ എന്നും അവസാന ആഫീസിൽ വരുന്നത് താനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ചാൾസ് പറഞ്ഞു, അതിനെന്നാ സാറേ, ആദ്യം ആഫീസിൽ നോക്കിയാൽ ഇറങ്ങണതും ഞാനാണല്ലോ എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം വന്നാൾ ഏറ്റവും ആദ്യം പോകും എന്നാണ് ചാൾസ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അവസാനമാണ് വന്നത് എങ്കിലും ഇപ്പോൾ ആദ്യം പോകാനുള്ള ഒരു അനുവാദം കൂടെ നിങ്ങൾ എനിക്ക് തരണം. യോഗത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നത് അത്ര ഭംഗിയായ സംഗതി അല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ആദ്യം വന്നവരൊക്കെ പോയി ഓരോരുത്തരോടായിട്ട് വരിക പോവുക. പണ്ടൊരിക്കൽ ഒരാൾ ഇതുപോലെ, പക്ഷെ അത് പ്രസംഗിച്ചവരല്ല പോയി, ആളിങ്ങനെ പോകാൻ തുടങ്ങി. അവസാനം ഒരാൾ മാത്രം ബാക്കി വരും. അപ്പൊ ഈ പ്രസംഗക്കാരൻ ഇയാളോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഒരാളെങ്കിലും എന്റെ പ്രസംഗം കേൾക്കാൻ ഇതുവരെ ഇരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെ എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ നിർത്തിയിട്ട് വേണം എനിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇത് കൂട്ടി വെച്ച് പോകാൻ, അതുകൊണ്ട് ഇരുന്ന് പോയതാണ്. അപ്പൊ ആളുകൾ പ്രസംഗം. അടുത്തതായിട്ട് നമ്മളുടെ സഹോദര ഇടവകയിലെ അഭിനന്ദന ബഹുമാനപ്പെട്ട ജോർജ് പ്രാക്ടീസ് സംസാരിക്കും. സഹോദരങ്ങളെ, ഞാൻ വന്യ പിതാവ് വരികയിരുന്നവർ അറിയിക്കാൻ വന്ന ആളാണ്, പ്രസംഗിക്കാൻ വന്ന ആളല്ല. എങ്കിലും 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു ആലയം ഉണ്ടായി കാണുക എന്നുള്ളത് ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമാണ്. സമൂഹത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഈശ്വരന്മാർ കുറേ ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ട്. പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തെ തള്ളിക്കളയുന്ന ഒത്തിരി ആളുകളെ നാം എന്നും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ഒരു ആലയമുണ്ടായി ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ വിശ്വാസിക്കും സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഞാനിവിടെ പുതുപ്പള്ളിയാണ്, 8 മാസമായുള്ളൂ ഈ പ്രദേശത്ത് വന്നിട്ട്. ഞാൻ വഴിയുടെ പോകുമ്പോൾ പള്ളി കാണാറുണ്ട്. മനോഹരമായതിൻ്റെ ചട്ടക്കൂടുകൾ ഉയർന്നു വരുന്ന കാണാം. ഇന്ന് ഞാൻ അകത്ത് കയറി ഇതെങ്ങനെ അറിയാനായിട്ട് എനിക്കൊത്തിരി ശുദ്ധമായ അനുഭവമായിരുന്നു. തറയിൽ മാർബെല്ലാം പതിച്ച് മാതാവിൻ്റെയും എൻ്റെ പേരുള്ള കുഞ്ഞുമോളിൻ്റെയും പിതാവ് തോമാസിയാരെല്ലാം പടങ്ങൾ മനോഹരമായി വരച്ചു വെച്ച് പൂജ്യമായി ഉണ്ടാക്കിയ ദേവാലയം കണ്ടപ്പോൾ ഒത്തിരി ആനന്ദങ്ങളുണ്ടായി. ഞാൻ ഈ ദേവാലയം ഉണ്ടാക്കിയ അവസരത്തിൽ ഉണ്ടാക്കുന്ന ആ കാര്യം അനുസ്മരിച്ചപ്പോൾ സോളമൻ ആദ്യം പണിത ദേവാലയം പണിതിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എനിക്ക് നിങ്ങളെയും അനുസ്മരിപ്പിക്കുവാനുള്ളത്. കർത്താവെ, ആകാശം മഴ തരാതിരിക്കുകയും ഭൂമി വരണ്ടു പാടുകയും ചെയ്യുമ്പോൾ നിന്റെ ജനങ്ങൾ നിന്റെ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങൾക്ക് മഴ തരയണമേ. ഞങ്ങളുടെ നാട്ടിൽ പഞ്ഞവും പടയും വസന്തയും വർഷിക്കുമ്പോൾ നീ വസിക്കുന്ന ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജനങ്ങളിൽ നിന്ന് രോഗവും ആവതകളും അകറ്റി തരയണമേ. നിലവായ പ്രാർത്ഥന സോളമൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇടവകളുടെ ഏത് ഭാഗത്തിരുന്നാലും അപകടങ്ങളും അനർത്ഥങ്ങളും നമ്മൾ വന്ന് കൂടുമ്പോൾ നമുക്ക് ദേവാലയത്തിലേക്ക് ചിന്തകൾ തിരിക്കുവാനും ആത്മീയമായി ഇവിടെ വരുവാനും ഇവിടെ വസിക്കുന്ന നല്ലതായ ദൈവത്തെയും ദൈവത്തിൻ്റെ വിശുദ്ധരെയും അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും സാധിക്കുന്നത് ഒരു മനോഹരമായ അനുഭവമായിരിക്കും. എനിക്ക് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം. പള്ളിയുടെ ഉപാസകർമ്മവും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ കൂടുതൽ എനിക്ക് സംസാരിക്കേണ്ടതില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പള്ളിയുടെ ഉദ്ഘാടന ആരംഭത്തിലും അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇവിടെ വരാനും അതിൽ പങ്കെടുക്കാനും ഇപ്പോൾ ഈ ഉദാസകരണത്തിലും നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടനത്തിലും പങ്കെടുക്കുവാൻ അവസരം തന്ന എൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി പറയുകയാണ്. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രസിഡന്റ് ശ്രീ CG തോലോസ് ആശംസ.
രാജു ചെറുവള്ളി, ശ്രീ ജോർജ് അച്ഛൻ, ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മേരി ടീച്ചർ, പ്രിയങ്കരനായ ശ്രീ ഒ ദേവസി, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ പള്ളിയുടെ കൂദാശ കർമ്മവും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ട്രസ്റ്റിൻ്റെ നമ്മുടെ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റ് ഈ ദേശത്തിൻ്റെയും ഈ നാടിൻ്റെയും ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ ഇടവകയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദേവാലയം വളരെ പെട്ടെന്ന് 1995 ജനുവരി 26 ഇതിൻ്റെ പുനർനിർമ്മാണം തുടരുകയും 3 വർഷം കൊണ്ട് ഈ പള്ളി ഇത്ര നല്ല രീതിയിൽ പണിയുന്നതിനും ഇതിൻ്റെ കൂദാശകർമ്മം നിർവഹിക്കുന്നതിനും ജഗദീശ്വരനായ സഹായിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ബഹുമാനായ തിരുമേനി പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സഭ നമ്മുടെ സഭയാണ്. ലോകത്തിലെ 1ാമത്തെ സഭ ക്രിസ്ത്യൻ സഭയാണ്. ലോകത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമീപ പ്രദേശങ്ങളിൽ, സമീപ സ്ഥലങ്ങളിൽ സന്നിഹിതരായിരിക്കുന്ന വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശിഷ്ട ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ കൂടാശയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അത് ഒരു ദൈവാനുഗ്രഹമായി ജീവിതത്തിലെ അസുലഭ സന്ദർഭങ്ങളിൽ ഒന്നായി ഞാൻ കണക്കാക്കുന്നു. പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ശുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥത പകൽ മേഘസ്തംഭം പോലെയും രാത്രി അഗ്നിത്വമായും ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 4 ആളുകൾ ഇവിടെ കൂടുന്നു. അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകുമെന്ന് ക്രിസ്തു പറഞ്ഞ വാചകം ഞാനിവിടെ അനുവർത്തിക്കുകയാണ്.